ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസ് അതിന്റെ അന്വേഷണത്തെക്കുറിച്ചൊക്കെ അല്പസമയം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു വിമർശനം വരുന്നുണ്ട്. അതായത് ഈ ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസ് അതിന്റെ നടപടിയുമായിട്ട് ഇ ഡി കേന്ദ്ര ഏജൻസിയാണല്ലോ മുന്നിലേക്ക് പോകുന്നത്. പക്ഷേ സുരേഷ് ഗോപിയുടെ വിമർശനം നീളുന്നത് ശരിക്കും സംസ്ഥാന സർക്കാരിലേക്കാണ് കേട്ടോ. സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാണ് സിനിമാ നടന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നത് എന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നത്. ഇത് സംബന്ധിച്ച് ഇ ഡി അന്വേഷണം നടന്നു വരികയാണ് എന്നും കൂടി സുരേഷ് ഗോപി പ്രതികരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് NIA, ED എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. എങ്കിലും ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ വിമർശനം വരുന്നത്. ഗോകുൽ VS പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുലെ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം, അതും കേന്ദ്രമന്ത്രി പറയുന്നത് സ്വർണ്ണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു കൈയുണ്ട് എന്ന തരത്തിലാണല്ലോ. അതെങ്ങനെ ശരിയാകും? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിചിത്രവാദം ഉന്നയിക്കുന്നത്? സത്യത്തിൽ ഇത് കണ്ടിട്ട് എൻ്റെ കിളി പോകുന്ന അവസ്ഥയായിരുന്നു ആ സംഭവത്തുണ്ടായിരുന്നത്. കാരണം ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല. എന്നിട്ട് വീണ്ടും കേട്ടപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അതായത് രണ്ട് പേരെ ഈ സമയത്ത് അന്വേഷണത്തിൽ വലിച്ചിഴയ്ക്കുന്ന, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത് രണ്ട് പേരാണ്. അത് ദുൽഖർ സൽമാനും ഒന്ന് പൃഥ്വിരാജുമാണ്, സിനിമാ മേഖലയിലെ രണ്ട് പേർ. അത് അന്വേഷണം നടത്തുന്നത് കസ്റ്റംസും ED യും NIA ഒക്കെയാണ്. ആ അന്വേഷണത്തെ അദ്ദേഹം നല്ല രീതിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ സംസ്ഥാന സർക്കാരാണെന്നും പറയുന്നുണ്ട്. എത്ര ആലോചിച്ചിട്ടും എന്താണ് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നതെന്നോ എന്താണോ പറയുന്നതെന്നോ നമുക്ക് ഏതായാലും അത് കേട്ടിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് ഒരു സ്ലിപ്പ് ഓഫ് ടങ് തെറ്റി പറഞ്ഞതാണോ അതോ അബദ്ധമായി എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറയുന്നില്ല. ഏതായാലും പൂർണ്ണമായിട്ട് ഈ അന്വേഷണത്തെയോ അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന ഏജൻസികളെ ഒന്നും അദ്ദേഹം തള്ളിപ്പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്നില്ല. സ്വർണ്ണപ്പാളി മുക്കാനായി ഇത്തരം വിഷയം വരുന്നു എന്നുള്ളതാണ്. അത് എത്ര ആലോചിച്ചിട്ടും എങ്ങനെയാണ് അത് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കൊണ്ടിടാൻ കഴിയുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുമില്ല.